എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഉത്തര കേരളത്തിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ ദക്ഷയാഗം നടന്ന പുണ്യഭൂമി. ഭക്തജന സഹസ്രങ്ങളുടെ വിശുദ്ധ മനസ്സുകളിൽ ഭക്തി സായൂജ്യമുണ്ടാക്കുന്ന കൈലാസനാഥനായ കൊട്ടിയൂർ പെരുമാൾ. ആദിവ്യാധികളും തീരാ ദുരിതങ്ങളും പേറി വലയുന്ന ഭക്തമാനസങ്ങൾക്ക് ശാശ്വത സമാധാനവും സുഖാനുഭൂതിയുമേകുന്ന യാഗഭൂമി കൂടിയാണ് കൊട്ടിയൂർ. യാഗ സമാനമായ അനുഷ്ഠാന കർമ്മങ്ങൾ നടക്കുന്ന വൈശാഖോത്സവം, ശ്രീ കൈലാസ സമാനമായ പ്രകൃതി രമണീയമായ മലമടക്കുകളാൽ ചുറ്റപ്പെട്ട പ്രദേശം, പുണ്യവാഹിനിയായ വാവലിപ്പുഴ, സ്വയംഭൂ ചൈതന്യമായി മരുവുന്ന മഹാദേവൻ കുടിയിരിക്കുന്ന തിരുവഞ്ചിറയിലെ മണിത്തറ, ശക്തി ചൈതന്യമായ ശ്രീ പാർവതി അനുഗ്രഹം ചൊരിയുന്ന അമ്മാറക്കൽ തറ. ദക്ഷയാഗ ചരിത്രത്തെ ആധാരമാക്കിയുള്ള ഒരു ഐതിഹ്യമാണ് ശ്രീ കൊട്ടിയൂർ ക്ഷേത്രോത്ഭവത്തെക്കുറിച്ച് പറയുന്നത്. ഈ മഹാക്ഷേത്ര സങ്കേതവും ഉത്സവ ചടങ്ങുകളും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പരിസര പ്രദേശങ്ങളിലെ സ്ഥലനാമ പുരാണങ്ങളുമെല്ലാം വെച്ച് നോക്കുമ്പോൾ ദക്ഷപ്രജാപതി യാഗം നടത്തിയ പുണ്യഭൂമിയാണിതെന്ന് പരക്കെ അറിയപ്പെടുന്നു. സ്വയംഭൂ വിഗ്രഹമാണ് കൊട്ടിയൂരിലേത്. സ്വയംഭൂ ചൈതന്യം കണ്ടെത്തിയ വേളയിൽ പടിഞ്ഞീറ്റ നമ്പൂതിരി അനുഷ്ഠിച്ച പരിഹാരക്രിയകൾ ഇന്നും അതേപടി തുടരുന്നു. നീരെഴുന്നള്ളത്ത്, 1000 കുടം അഭിഷേകം, നെയ്യാട്ടം, പഞ്ചഗവ്യം, ഇളനീരാട്ടം, കളപാട്ടം എന്നിവയാണ് പ്രധാനമായ പൂജാവിധികൾ. ചോതിനാളിൽ മണിത്തറയിൽ ചോതിവിളക്ക് തെളിയിക്കുന്നതോടെ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നു. ആചരണങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ് ശ്രീ അക്കരെ കൊട്ടിയൂർ. പ്രാചീനമായ കീഴ്വഴക്കങ്ങളുടെയും ശൈലികളുടെയും തനിമ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ വൈശാഖ മഹോത്സവം കൊണ്ടാടുന്നത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയാൽ അമ്മാറക്കല്ലിന് സമീപം കാണുന്ന ഈ വലിയ വൃക്ഷം പ്രധാന പൂജാ സമയങ്ങളിൽ ഓം നമഃശിവായ മന്ത്രം ചൊല്ലാറുണ്ട് എന്ന് പഴമക്കാർ പറയുന്നു. ലക്ഷോപലക്ഷം ജനങ്ങൾ പ്രതിവർഷം വന്നുചേരുന്നതും ഉത്സവ നടത്തിപ്പ് സംബന്ധിച്ച് നിരവധി അവകാശികളും അടിയന്തരക്കാരും താമസിക്കേണ്ടതുമായ ഈ ക്ഷേത്ര സങ്കേതത്തിൽ സ്ഥിര സ്വഭാവമുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഒന്നും തന്നെ പാടില്ല എന്നത് ശ്രദ്ധേയമാണ്. യാഗശാലകൾ അഥവാ കയ്യാലകൾ എന്നറിയപ്പെടുന്ന താൽക്കാലിക ഓല ഷെഡുകളാണ് അടിയന്തരക്കാർക്കും മറ്റും താമസിക്കുന്നതിനും ഓഫീസ് പ്രവൃത്തി മുതലായവ നിർവഹിക്കുന്നതിനും വേണ്ടി തയ്യാറാക്കുന്നത്. ഇതര ക്ഷേത്രോത്സവങ്ങളിലേതുപോലെ ആധുനിക സ്പർശമുള്ള കലാപരിപാടികളും ഇവിടെയില്ല. ശീവേലി എഴുന്നള്ളത്ത്, പാണികൊട്ട്, കൊട്ടിപ്പാടി സേവ, പാടകം, കൂത്ത് എന്നിങ്ങനെയുള്ള ക്ഷേത്ര കലാരൂപങ്ങൾ മാത്രമാണ് ഇവിടെ നടത്താറുള്ളത്. 27 നാൾ നീണ്ടു നിൽക്കുന്ന അതിപ്രാചീനമായ ഈ യാഗോത്സവം വെടിക്കെട്ടില്ലാത്ത മഹോത്സവമാണ് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സ്വയംഭൂലിംഗം കുടികൊള്ളുന്ന മണിത്തറയ്ക്ക് മുകളിൽ ഉത്സവകാലത്ത് മഴയും വെയിലുമേൽക്കാതെ താൽക്കാലിക പർണശാല കെട്ടിയുണ്ടാക്കുകയും ചെയ്യുന്നു. പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട്
വനാന്തരീക്ഷത്തിൽ നടക്കുന്ന ഉത്സവം കൊട്ടിയൂരിൻ്റെ വൈശിഷ്ട്യമാണ്. ഈ ഭൂപ്രദേശത്തിൻ്റെ അതീവ പാരിസ്ഥിതിക പ്രാധാന്യം പൂർവിക ജനത ഉൾക്കൊണ്ടിരുന്നു എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. സുന്ദര കേരള പൂവിലെത്തി സതി സഹ്യഗിരിവര താഴ്വരയിൽ പാൽനുരച്ചിന്നി പതഞ്ഞൊഴുകും പല കാനനച്ചോലകൾ കണ്ടുകൊണ്ടും കാമാരി പത്നിയായിടും ദാക്ഷായണി ദക്ഷയാഗത്തിൻ്റെ വേദി പൂണ്ടു കാണുന്ന ഭക്തർ അനുചരെല്ലാവരും കാൽ തൊട്ടു വീണു വണങ്ങിയിടുന്നു. മാമുനിമാരുമെണീറ്റു നിന്നുവർ മാനിനീരത്നത്തെ ആദരിച്ചു. നാരദൻ വീണയിൽ തന്ത്രിമെല്ലെ മീട്ടി നാദം വളർത്തി സ്തുതികൾ ചെയ്തു. ദേവാദിദേവകൾ ദേവീ ശിരസ്സിലായി മോദേന പുഷ്പവർഷം നടത്തി. ശ്രീസതീ ദേവിയെ കണ്ടോരു ദക്ഷനോ സീൽക്കാരമോടെ പാഞ്ഞെത്തിടുന്നു. നിന്ദവാക്കേറെ പറയുന്നു ദക്ഷനും, ദാക്ഷായണിയോ കരഞ്ഞിടുന്നു. യാഗം നടക്കുന്ന പുണ്യമാം വേദിയിൽ യോഗമില്ലാത്തവർ വന്നിടേണ്ട. ഏറെ പരുഷം പറഞ്ഞിതു ദക്ഷനും, ഏറെ കരഞ്ഞാൾ സതീദേവിയും. പതിചൊന്ന വചനങ്ങളുരുവിട്ടുകൊണ്ട പതിവ്രതയാൾ സതീ മനമുരുകി. തൻ പ്രാണനാഥനെ മനതാരിലേറ്റിയ തൻ പ്രാണനഗ്നിയായി തീർത്തിതല്ലോ. തിരുമേനി എല്ലാമേ തീജ്വാലമാലയായി, തിരുസന്നിധാനമോ തീക്കുണ്ഠമായി. കതിരവനാഴിയിൽ പോയി മറയും പോലെ പനിമതി ബിംബം മറയുന്ന പോലെയും കർപ്പൂരം കത്തിയെരിയുന്ന പോലെയും ദേവീ പരാശക്തിയിൽ ലയിച്ചു.